പ്രിയ സഹോദരങ്ങളെ, ദമ്പതിമാരെ, വിവാഹമെന്ന വിശുദ്ധ കൂദാശയിലൂടെ നിങ്ങൾ ഒന്നായത് ദൈവഹിത പ്രകാരമാണെന്ന് തിരിച്ചറിയുക. ജീവിത പങ്കാളി ഉടമ്പടി ലംഘിക്കുമ്പോഴും പതരാതെ നിൽക്കുന്ന നിങ്ങളെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിയണം. മറ്റുള്ളവർ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നിടത്ത് ഉറച്ചു നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. യുക്തിക്കതീതമായി സ്നേഹിക്കാനുള്ള സ്വർഗീയ അനുവാദം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. മുറിവേറ്റ ഒരാത്മാവിനെ സംരക്ഷിക്കാൻ ദൈവം ഏൽപ്പിച്ച വിശ്വസ്തയായ കാവൽക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ തകർച്ചയിലോ വേദനയിലോ നിങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. കർത്താവ് ഇപ്പോഴുള്ള ഈ അവസ്ഥ മാറ്റി ഈ ചരിത്രം എഴുതി തീർത്തിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയണം. ദൈവം മുദ്രവെച്ച ഉടമ്പടി അവിടുന്ന് തന്നെ സൗഖ്യമാക്കും എന്ന ബോധ്യത്തോടെ നിങ്ങൾ നിലയുറപ്പിക്കുക. ഇത് നിങ്ങളുടെ തകർച്ചയുടെ കാലമല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കാലമാണ്. പങ്കാളിയുടെ വീഴ്ചകളിൽ ക്രിസ്തുവിൻ്റെ ക്ഷമയും കരുണയും പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ അദൃശ്യമായ ദൈവകരം നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രവർത്തിക്കും എന്നതിന് ഒരു സംശയം വേണ്ട. സ്നേഹിക്കാൻ പ്രയാസമുള്ള ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. നിങ്ങളുടെ സഹനം പാഴായി പോകില്ല. അത് നിങ്ങളുടെ പങ്കാളിയുടെ മാനസാന്തരത്തിന് കാരണമാകും എന്നുള്ളത് തീർച്ച. ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക. അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പങ്കാളി വഴിതെറ്റുമ്പോഴും ഉറച്ചു നിൽക്കുന്ന നിങ്ങളുടെ വിശ്വസ്തത സ്വർഗം വിലമതിക്കുന്നു. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക. അവിടുന്ന് നിങ്ങളെ തനിയെ ഒരിക്കലും വിടുകയില്ല. ഈ അഗ്നി പരീക്ഷയിലൂടെ നിങ്ങളുടെ കുടുംബം കൂടുതൽ വിശുദ്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന് തിരിച്ചറിയണം. ദൈവം കൂട്ടിയിണക്കിയതിനെ വേർപെടുത്താൻ ആർക്കും സാധിക്കില്ലെന്ന് നിങ്ങൾ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തും. വിശ്വാസത്തോടെ നിലകൊള്ളുക. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന സ്പർശനം നിങ്ങൾ ഉടൻ അനുഭവിക്കും. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. ഈ ദിവസം കർത്താവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ദാമ്പത്യത്തെ ആശീർവദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.